ഇപ്പോൾ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രുതിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് പോലീസ്. അതിനുശേഷം ചന്ദ്രമതിയെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രീകാന്തും വർഷയും വിളിക്കുന്ന സമയത്ത് ഇവിടെ നടക്കുന്ന കൂത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആർക്കാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തോന്നുക? അപ്പോഴേക്ക് രവിയും പറയുന്നുണ്ട് അവിടെ പോലീസ് സ്റ്റേഷനിൽ എന്തായി എന്നുള്ള കാര്യം അറിയാതെ എങ്ങനെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റുക, എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാൻ വേണ്ടി ശ്രീകാന്തിന്റെ അടുത്ത് പറയുമ്പോൾ സച്ചിയേട്ടനെ വിളിച്ചു നോക്കി, പക്ഷെ ഫോൺ എടുത്തില്ല. അതുപോലെ തന്നെ രേവതിയും ഫോൺ എടുത്തില്ല എന്നുള്ള കാര്യം വർഷയും പറയുന്നുണ്ട്. എന്തായാലും കുറച്ചു നേരം കൂടി നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം, ഇനി ഒരു വിവരം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് പോയിട്ട് അന്വേഷിക്കാം എന്ന് ശ്രീകാന്ത് പറയണേ. അപ്പോഴേക്കും സച്ചിയും രേവതിയും തിരികെ എത്തുന്നുണ്ട്. അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഉള്ളിലേക്ക് കയറി വരുവാണേ. എന്തായി കേസിന്റെ കാര്യങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ സച്ചിയേട്ടനെ വെറുതെ വിട്ടു എന്നുള്ള കാര്യം രേവതി പറയുന്നുണ്ട്. സച്ചിയേട്ടന്റെ മേലെ തെറ്റൊന്നും ഇല്ല എന്നുള്ള കണ്ടതുകൊണ്ടാണല്ലോ ശ്രുതി ചേച്ചിയെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അപ്പോ ചേച്ചിയെ എന്ത് ചെയ്തു എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുമ്പോ അവളുടെ മേലെ FIR ഇട്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു CI. അത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രയും പറയുന്നുണ്ട് അതെന്തായാലും നന്നായി, എന്തായാലും ഒരു പൊല്ലാപ്പ് ഒഴിഞ്ഞു കിട്ടിയല്ലോ. അങ്ങനെ ചെയ്ത അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ രേവതിയാണ് പറഞ്ഞത് നമ്മുടെ വീട്ടിലെ പെണ്ണല്ലേ, അവളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ വീട്ടിൽ നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. സച്ചിയും അതുപോലെ തന്നെ ഇൻസ്പെക്ടറുടെ അടുത്ത് പറഞ്ഞു അവരുടെ മേൽ കേസൊന്നും ചാർത്തണ്ട എന്നുള്ള കാര്യം. പിന്നീട് ശ്രുതിയുടെ അടുത്ത് ഒരു മാപ്പപേക്ഷ എഴുതി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് വെറുതെ വിട്ടു എന്നുള്ള കാര്യം രേവതി അറിയിക്കുകയാണ് എല്ലാവരെയും. ഞങ്ങൾ ഇങ്ങോട്ട് നേരത്തെ പോകുന്നതാണ്, ശ്രുതിയും അതുപോലെ ശ്രുതിയും കൂടി പെട്ടെന്ന് തന്നെ വരൂ എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ടേ. സച്ചിയും രേവതിയും പറയുന്നത് കേൾക്കുമ്പോഴേക്കും രവി പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ രണ്ടുപേരുടെയും മനസ്സ് ഈ ലോകത്ത് മറ്റാർക്കും ഉണ്ടാവില്ല. സച്ചിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് ശ്രുതി ഒരു വാക്ക് പോലും പറയാതെ മിണ്ടാതെ നിന്നതാണ്. എന്നാൽ അവൾക്ക് വേണ്ടി തന്നെ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചില്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി രവിയുടെ അടുത്ത് പറയുന്നുണ്ട് അച്ഛ എനിക്ക് അവളോട് ദേഷ്യം തന്നെയാണ്, ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റ് തന്നെയാണ് അവൾ ചെയ്തത്. പക്ഷെ അവള് ഈ വീട്ടിലെ മരുമകളാണ്, അവളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മാനക്കേട് നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കുമാണ്. അത് അച്ഛന്റെ അഭിമാനത്തെയും ക്ഷയപ്പെടുത്തും. അതുകൊണ്ടാണ് വേണ്ട എന്നുള്ള കാര്യം ഞങ്ങള് പോലീസുകാരെടുത്ത് പറഞ്ഞത്. നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ കുടുംബത്തിന്റെ ഗൗരവം കൂടി കാത്തു സൂക്ഷിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടായല്ലോ. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ടോ എന്നൊക്കെ രവി പറയുമ്പോഴാണ് അങ്ങോട്ടേക്ക് ശ്രുതിയും അതുപോലെ ശ്രുതിയും കൂടി കയറി വരുന്നത്. ശ്രുതി വന്ന ഉടനെ തന്നെ രവി പറയുന്നുണ്ട് ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. ഓരോരുത്തരും ഇവിടെ കയറി വന്നിട്ട് പണം ചോദിക്കുന്നു. ഒരു കുടുംബത്തിലെ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ റൗഡിയുടെ അടുത്ത് പോയിട്ട് അവരെ അടിക്കാൻ വേണ്ടി പറയുന്നു. എന്റെ മുമ്പിൽ വെച്ചിട്ട് നമ്മുടെ കുടുംബത്തിലെ പെണ്ണിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? വയസ്സായ കാലത്ത് സമാധാനമായിട്ട് ഇരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാണ്, കുടുംബത്തിലെ ആൾക്കാർ കാരണം തന്നെ മനസമാധാനം പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അങ്കിൾ എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും എന്ത് പ്രശ്നം തീർക്കാനാണെന്നുണ്ടെങ്കിലും നേരായ വഴി ഉപയോഗിക്കണം, എന്തിനാണ് ഈ കുറുക്കു വഴികളെല്ലാം യൂസ് ചെയ്യുന്നത്? ഈ വീട്ടിലെ മരുമകളെ പോലീസ് വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിന്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ എന്താണ് കരുതുക? ഒരു കുടുംബത്തിലേക്ക് കയറി വന്ന പെൺകുട്ടി ആ കുടുംബത്തിന്റെ മര്യാദ രക്ഷിക്കണം, അല്ലാതെ കുടുംബത്തിന്റെ മാനക്കേടുണ്ടാക്കുന്ന കാര്യങ്ങളല്ല ചെയ്യേണ്ടത്. ഇത് കേട്ട ഉടനെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ എന്നോട് ക്ഷമിക്കണം അങ്കിൾ, ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാണ്, എന്നാൽ എല്ലാം എനിക്ക് പ്രതികൂലമായിട്ടാണ് ബാധിക്കുന്നത്. എന്ത് ചെയ്യാനാ, എന്റെ സമയം അങ്ങനെ ആയി പോയി എന്നൊക്കെ പറയുകയാണെ ശ്രുതി. നമ്മൾ ചെയ്യുന്ന തെറ്റിന് ഒരിക്കലും നേരത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നേരായ വഴിയിലൂടെ പോകുന്ന വെച്ചാൽ നമ്മുടെ സമയം ശരിയായ രീതി തന്നെയായിരിക്കും എന്ന് രവി തിരിച്ചു പറയുകയാണേ. പക്ഷെ ശ്രുതി ഞാനൊരിക്കലും ആ ഗുണ്ടേന്റെ അടുത്ത് അവനെ അടിക്കാനൊന്നും പറഞ്ഞിട്ടില്ല, നല്ല രീതിയിൽ സംസാരിച്ച് ഒത്തുതീർപ്പാക്കാനാ പറഞ്ഞത്. പക്ഷെ അവൻ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ ഒട്ടും കരുതിയില്ല. ശ്രുതി പറയുന്നത് കേൾക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് അവനെന്താ വലിയ തലൈവനോ മറ്റോ ആണോ? അവനൊരു റൗഡിയല്ലേ, അവന്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയല്ലാതെ പിന്നെ അവൻ ഏത് രീതിയിലാണ് ചെയ്യുക? അത് കഴിഞ്ഞ് വർഷ ചോദിക്കുന്നുണ്ട് കേട്ടോ ശ്രുതിയുടെ അടുത്ത്, ശ്രുതി ചേച്ചി ഒരു കാര്യം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വഴികളുണ്ട്, പക്ഷെ ശ്രുതി ചേച്ചി മാത്രം എന്താണ് എപ്പോഴും തെറ്റായ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കുന്നത്? അത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് തിരിച്ച് മറുപടി ഒന്നും പറയാൻ വേണ്ടി പറ്റുന്നില്ലേ? എന്നാൽ രേവതി പറയുന്നുണ്ട് നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന സമയത്താണ് നമുക്ക് തെറ്റായ വഴിയിലൂടെ പോകാൻ വേണ്ടി പറ്റുക. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കില്ല. അങ്ങനെ എല്ലാവരും ശ്രുതിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ഇനി അതെല്ലാം വിട്ടേക്ക്. അല്ല ഇൻസ്പെക്ടർ എന്താ പറഞ്ഞെന്നുള്ള കാര്യം ശ്രുതിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ആ അടിപ്പെട്ട ഒരാൾക്ക് സീരിയസ് കണ്ടീഷൻ ആയിരുന്നു, അത് റിക്കവർ ആയിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നാൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ശ്രുതിയുടെ പേരിൽ കേസ് വരുമല്ലോ. അത് മാത്രമല്ല കൂലിക്ക് ആളെ വെച്ച് തല്ലിക്കൊന്ന കൊലയാളി എന്ന ടൈറ്റിലോട് കൂടിയിട്ട് പത്രത്തിൽ ശ്രുതിയുടെ പേര് വലുതായിട്ട് വരുമായിരുന്നു. ജസ്റ്റ് മിസ്സിലാണടാ നിന്റെ ഭാര്യ പുറത്തു വന്നത്. ആന്റിയെ രക്ഷിക്കാൻ വേണ്ടി പോയ ശ്രുതി ചേച്ചി
ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വന്നു. അപ്പോഴേക്കും ശ്രുതി കരയുന്നുണ്ട് കേട്ടോ. ആ കരച്ചിൽ കാണുമ്പോഴേക്കും ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. നീ ചുമ്മാ കള്ളക്കണ്ണീരൊന്നും ഒഴുക്കണ്ടടി. നീ എന്നെ കള്ളം പറഞ്ഞിട്ട് കബളിപ്പിച്ചതല്ലേ, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. ഇതിന്റെ പേരാണ് കർമ്മം എന്ന് പറയുന്നത്. കർമ്മയോ എന്നുള്ള കാര്യം വർഷ ചോദിക്കുമ്പോഴേക്കും നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെ നമുക്ക് തിരിച്ചു വരും, അതിന്റെ പേരാണ് കർമ്മ. ഓ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ആന്റിയെ ആൾക്കാർ വന്നിട്ട് വരട്ടിയില്ലേ, അത് ആന്റിയുടെ കർമ്മയാണോ? ഈ കർമ്മയെ കുറിച്ചിട്ട് കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഒരു കാര്യം നമ്മൾ തുടങ്ങി വെച്ചല്ലോ, അതിന്റെ ബാക്കിയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ആ തുടങ്ങി വെച്ച ആളായിരിക്കും. അത് അമ്മയാണെന്നുള്ള കാര്യം പറയുകയാണേ സച്ചി. അപ്പോഴേക്കും ചന്ദ്രമതി ചാടി വീഴുന്നുണ്ട് കേട്ടോ. ഞാനാണോ ഇവളെ അടുത്ത് പറഞ്ഞത് ആളെ വിട്ട് തല്ലാൻ വേണ്ടിയിട്ട്, എന്തിനാ എല്ലാം കൂടി എന്നെ കുറ്റപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രവിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ചന്ദ്രയുടെ അടുത്ത് പറയുന്നുണ്ട്, അവൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നീ ഒറ്റൊരുത്തിയാന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോഴേക്കും അച്ഛന്റെ ദേഷ്യം കാണുമ്പോഴേക്കും ഇരുന്നിടത്തുനിന്ന് എഴുന്നേക്കുന്നുണ്ട് സച്ചി അടക്കം എല്ലാവരും. നിങ്ങൾ എന്തിനാ എല്ലാത്തിനും എന്നെ കുറ്റം പറയുന്നത്? 2 ശകുനങ്ങൾ എന്റെ ഡാൻസ് ക്ലാസ്സിൽ വന്നു ചേർന്നു, എന്നിട്ട് എനിക്കെതിരെ തന്നെ ഓരോരോ കാര്യങ്ങൾ ചെയ്തു. അതുപോരാത്തതിന് ഇവളാണെന്നുണ്ടെങ്കിൽ റൗഡിയെ വെച്ചിട്ട് അവരെ അടിച്ചു. ഇതിൽ എന്റെ ഭാഗത്ത് എവിടെയാ തെറ്റുള്ളത്? ഇവള് എന്റെ അടുത്ത് പറഞ്ഞിട്ടാണോ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്? ഈ വീട്ടിലേക്ക് കയറി വന്ന ഏതെങ്കിലും ഒരുത്തി എന്നെ അമ്മായിമ്മ എന്നുള്ള രീതിയിൽ റെസ്പെക്ട് തരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണെ ചന്ദ്ര. അത് കേട്ട ഉടനെ തന്നെ രവി ചോദിക്കുന്നുണ്ട്, അമ്മായിമ്മ എന്ന് പറയുന്നത് ജയിലിലെ വാർഡനാണോ? കാണുന്നവരൊക്കെ നിന്നെ കണ്ട് സല്യൂട്ട് അടിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നീ അവർക്കുള്ള അതിന്റെ മര്യാദ കൊടുത്താൽ മാത്രമേ അവരും നിന്നെ റെസ്പെക്ട് ചെയ്യുള്ളൂ. അമ്മായിമ്മ എന്ന് പറയുന്നത് മരുമക്കളെ ഭരിക്കുന്ന ഒരാളാവല്ല വേണ്ടത്. കയറി വന്ന മരുമകൾക്ക് മറ്റൊരു അമ്മയായിട്ട് മാറുകയാണ് ചെയ്യേണ്ടത്. നീ എന്തെങ്കിലും അതുപോലെ നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണേ. അത് കേട്ടിട്ടുണ്ടെന്ന് ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ. ഈ ശ്രുതിയെ ഞാൻ സ്വന്തം മകളെ പോലെയല്ലേ കണ്ടത്, ഇവളല്ലേ എന്നെ കബളിപ്പിച്ചത്. അത് കേട്ട ഉടനെ തന്നെ അച്ഛാ, അത് മരുമകൾക്ക് കിട്ടിയ സ്നേഹമല്ല, അത് മലേഷ്യ മരുമകൾക്ക് കിട്ടിയ സ്നേഹമാണ്. പണമില്ലാതായപ്പോ സ്നേഹവും ഇല്ലാതായി. സച്ചി പറയുന്നത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ സച്ചിയെ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. അത് കണ്ട രവി ചോദിക്കുന്നുണ്ട്, നീ എന്താ അവിടെ നോക്കി പേടിപ്പിക്കുന്നത്? അവൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? നീ എപ്പോഴെങ്കിലും ഒരു ആളുടെ ഗുണം നോക്കിയിട്ടുണ്ടോ? എപ്പോഴും നീ പണമല്ലേ നോക്കിയിട്ടുള്ളൂ. അത് മാത്രല്ലേ നിനക്ക് കണ്ണിൽ കാണാൻ വേണ്ടി പറ്റൂ. ഇപ്പോൾ ഉള്ള അപമാനത്തിനും നാണക്കേടിനും എല്ലാത്തിനും കാരണം നീ ഒറ്റൊരാൾ തന്നെയാണ്. ഇതെല്ലാം കേട്ടിട്ട് ചന്ദ്ര ഇങ്ങനെ ഷോക്ക് അടിച്ച പോലെ നിൽക്കുവാണ്. തിരിച്ച് മറുപടി ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ, നീ നടത്തിയ ഡാൻസ് ക്ലാസ്സിലാണ് തെറ്റ് നടന്നത്. അങ്ങനെ വെച്ചാല് എനിക്കറിയുന്ന കല 4 പേർക്ക് പറഞ്ഞു കൊടുത്തിട്ട് പേരെടുക്കണമെന്ന് വിചാരിച്ചത് തെറ്റാണോ? അത് നീ ചെയ്തത് തെറ്റല്ല ചന്ദ്രേ. പക്ഷെ ആരെ ചേർക്കണം, ആരൊക്കെ ഏതൊക്കെ രീതിയിലുള്ള ആൾക്കാരാണെന്നുള്ള കാര്യം നോക്കേണ്ടത് നിന്റെ തെറ്റല്ലേ? അന്നേ സച്ചിൻ രേവതിയും പറഞ്ഞതല്ലേ അവർ 2 പേരെയും കണ്ടിട്ട് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ടോ എന്നുള്ള കാര്യം. അവര് പറയുന്നത് കേട്ട് നീ എന്ത് ചെയ്യണമായിരുന്നു? ആദ്യം അവർ 2 പേരെയും വിളിച്ചിട്ട് വാൺ ചെയ്യണമായിരുന്നു, ഇല്ലെങ്കിൽ 2 പേരെയും അവിടുന്ന് പറഞ്ഞു വിടണമായിരുന്നു. അത് കേട്ട ഉടനെ തന്നെ വർഷ പറയുന്നുണ്ട് കേട്ടോ, രേവതി ചേച്ചി പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുക എന്ന് പറയുന്നത് ആന്റിക്ക് ചെറിയ ഈഗോ ഉള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അവസാനം ആന്റി തന്നെ പിടിക്കപ്പെട്ടത്. അതും കർമ്മ തന്നെയാണ് അല്ലേ ആന്റി എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാവാണേ. തുടർന്ന് ശ്രീകാന്തും പറയുന്നുണ്ട്, അമ്മ രേവതി ചേച്ചി അന്ന് പറഞ്ഞ സമയത്ത് അമ്മ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു. തുടർന്ന് സച്ചി പറയുന്നുണ്ട്, അല്ലെങ്കിലും അമ്മ ഇക്കാലം വരെ ആരുടെ വാക്കാണ് കേട്ടത്? അവരെ ഡാൻസ് ക്ലാസ് ചേർത്തത് അമ്മ, അവർക്ക് പണം തരാനുള്ള ഐഡിയ കൊടുത്തത് നിൽക്കുന്നു സുധി. അമ്മയുടെ അടുത്ത് വലിയ ആളാവാൻ വേണ്ടിയിട്ട് ആളുകളെ വിട്ട് അവരടിക്കാൻ വേണ്ടി പറഞ്ഞത് നിൽക്കുന്നു ശ്രുതി. ഇങ്ങനെ തെറ്റുകളെല്ലാം എല്ലാവരും കൂടി ചേർന്ന് ചെയ്യും. അവസാനം പോലീസ് വന്നിട്ട് എന്നെ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. എന്റെ ഭാര്യയാണെന്നുണ്ടെങ്കിൽ നാട് മുഴുവൻ ഓടി നടക്കണം എന്നെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട്. ഏത് കള്ളക്കേസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും അവസാനം എന്നെ പിടിച്ചും കണ്ടാണ് അകത്തിടുന്നത്. അവസാനം എന്റെ ഭാര്യ തന്നെ എന്നെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടേയിരിക്കണം. നിങ്ങളെല്ലാവരും ചെയ്യുന്ന തെറ്റിന് ഞങ്ങൾ എന്തിനാ ചേർന്നിട്ട് ഇതിന്റെയൊക്കെ ശിക്ഷ അനുഭവിക്കേണ്ട ആവശ്യം? അത് കഴിഞ്ഞ് രേവതിയും പറയുന്നുണ്ട് കേട്ടോ, ഈ വീട്ടിൽ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ആദ്യം ആളായിട്ട് വന്ന് നിൽക്കുന്നത് സച്ചേട്ടനാണ്. എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അത് ശരിയാക്കുന്നതും സച്ചേട്ടൻ തന്നെയാണ്. പക്ഷേ അവസാനം എല്ലാ പഴിയും വന്ന് ചേരുന്നത് സച്ചേട്ടന്റെ മേലാണ്. തുടർന്ന് സച്ചിയും പറയുന്നുണ്ട്, എല്ലാ പ്രശ്നവും ഇവനും ഇവന്റെ ഭാര്യയും കാരണമാണ് ഉണ്ടാവുന്നത്. സുധിയെയും അതുപോലെ ശ്രുതിയാണ് കേട്ടോ പറയുന്നത്. ഇവൻ കരയുന്നത് കണ്ടിട്ടാണ് ഞങ്ങൾ അവരെ പോയി സംസാരിച്ചത്. അവസാനം എല്ലാം ഞങ്ങളുടെ മേലായി പഴി മൊത്തം. അത് കേൾക്കുമ്പോൾ സുധി പറയുന്നുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? അമ്മ ശ്രുതിയുടെ അടുത്തല്ലേ 10 ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടി പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതല്ലാതെ പിന്നെ മറ്റെന്ത് വഴി ഉണ്ടായിരുന്നത്? അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് ചന്ദ്രമതിയുടെ മേലെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോഴേക്കും രവിയും പറയുന്നുണ്ട്, നിനക്ക് ചന്ദ്രേ നീ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും കേൾക്കണം എന്നൊരിതുണ്ട്, എന്നാൽ നിനക്ക് ആരും പറയുന്നത് കേൾക്കാൻ വേണ്ടി പറ്റില്ല എന്നൊരു തലക്കനം കൂടി ഉണ്ടല്ലോ. അതാണ് നിന്റെ തലയിൽ ഇപ്പൊ കത്തിയായിട്ട് വന്ന് നിൽക്കുന്നത്. ആ ചെറുക്കന്റെ വീട്ടിൽ നിന്നും പണം കേട്ട് വന്നത് തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പണം ശ്രുതിയുടെ അടുത്ത് കൊടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം പറഞ്ഞത്? നീ പണം തരാൻ പറ്റില്ല എന്നുള്ള കാര്യമല്ലേ അവരുടെ അടുത്ത് പറയേണ്ടത്?
10 ലക്ഷത്തിന് വേണ്ടിയിട്ട് അവൾ എവിടെ പോവാനാണ്? നിന്റെ അടുത്ത് നല്ല പേര് എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് അവൾ ഇങ്ങനൊരു പണി ചെയ്തത്. നീ ശ്രുതിയുടെ അടുത്ത് പണം ചോദിച്ചില്ലായിരുന്നെങ്കിൽ സച്ചിയും രേവതിയും എങ്ങനെയെങ്കിലും ഇത് ശരിയാക്കുമായിരുന്നു. ഇതിലെ മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണം നീ ഒറ്റ ഒരുത്തിയാണ് എന്നുള്ള കാര്യം ചന്ദ്രമതിയുടെ മുഖത്തടിച്ചതുപോലെ പറയാണ് കേട്ടോ രവി. നിന്റെ ഡാൻസ് ക്ലാസ്സും പാട്ട് ക്ലാസ്സും ഒക്കെ നിർത്തിയിട്ട് നീ എല്ലാം മാറ്റി വെച്ചിട്ട് കുറച്ചുനാൾ വീട്ടിൽ മിണ്ടാതെ ഒതുങ്ങി ഒരു മൂലക്കിലിരുന്നോണം. അതും കൂടി കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് വയറ് നിറഞ്ഞു കേട്ടോ. ശ്രുതിയാണ് കേട്ടോ നോക്കി പേടിപ്പിക്കുന്നത്. കാരണം ശ്രുതി കാരണമാണല്ലോ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഇത്രയും വഷളാവാനുള്ള ഒരേ ഒരു കാരണം. അങ്ങനെ ശ്രുതിയെ നോക്കി പേടിപ്പിച്ചിട്ട് അവിടുന്ന് പോകുന്നുണ്ട് ചന്ദ്ര. ചന്ദ്രയ്ക്ക് മാത്രമല്ല കേട്ടോ രവി കൊടുക്കുന്നത്, ശ്രുതിക്കും കൊടുക്കുന്നുണ്ട്. ശ്രുതി, നിന്റെ അടുത്ത് പലതവണ പറഞ്ഞു കള്ളം പറയരുത് എന്നുള്ള കാര്യം. അത് മാത്രമല്ല കുടുംബത്തിൽ ഒന്നും മറക്കരുത് എന്നുള്ള കാര്യം. എന്നിട്ടും നീ ചെയ്യുന്ന ഓരോ തെറ്റുകളും നിന്നെ മാത്രമല്ല കുടുംബത്തെ മൊത്തത്തിലാണ് ബാധിക്കുന്നത്. ഇത് അവസാനത്തെ വാണിംഗ് ആയിരിക്കണം. സോറി എന്ന് ശ്രുതി പറയുമ്പോഴേക്കും പോ എന്നുള്ള കാര്യം പറയാണ് കേട്ടോ രവി. അങ്ങനെ ശ്രുതിയുടെ പുറകെ പോകുന്ന സുധീരുടെ അടുത്ത് നിൽക്കാൻ വേണ്ടി പറയാണേ. എന്നിട്ട് ഭാര്യയുടെ വാക്ക് കേൾക്കണം, പക്ഷെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും തലയായിട്ട് നിൽക്കരുത്. അവള് പറയുന്നതും കേട്ടിട്ട് ആ കുടുംബത്തിൽ പോയി സംസാരിച്ചത് കൊണ്ടാണ് ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. നീ പഠിച്ചില്ലേ ഒരുപാട്, ആ പഠിച്ചതിന്റെ കുറച്ച് ബുദ്ധിയെങ്കിലും നീ സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നോക്ക്. പോ എന്ന് പറഞ്ഞിട്ട് സുധിയെ ആട്ടി അവിടുന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ രവി. രവി ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒന്ന് നല്ല രീതിയിൽ ചന്ദ്രമതിയെയും അതുപോലെ ശ്രുതിയെയും സുധിയെയും ഒക്കെ കണക്കിന് കൊടുത്തു വിടുന്നത് ഇന്നാണ്.